ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇവിടെ. നമ്മൾ എന്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്? അത് മകളുടെ കല്യാണം നടക്കാനാണെന്ന് പറയരുത്, അങ്ങനെ പറയരുത്. എന്താ പറയേണ്ടത്? ദൈവമായിട്ട് എനിക്ക് ആഴവും ആത്മാർത്ഥവുമായ ബന്ധം. ആഴമായ ബന്ധമല്ല പ്രശ്നം, ബന്ധം ആത്മാർത്ഥമായിരിക്കണം. കർത്താവ്, നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കണം, അതാണ് വിഷയം. ഇപ്പം ബ്രദർ പാടില്ല, എന്നാ പറഞ്ഞത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് എന്ന് നിൽക്കും, അതാണ് സംഭവം. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയണത് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കണം. കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവ് കൂടെ പ്രവർത്തിച്ചാലേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. കാര്യം ഉടമ്പടിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. അതാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തുള്ളെങ്കിൽ നമ്മുടെ കഴിവിന് വലിയ പ്രാധാന്യം അവിടെ ഇല്ല, എൻ്റെ മെറിറ്റിന് വലിയ വിലയില്ല. അപ്പം പിന്നെ എന്താ പറയേണ്ടത്? ദൈവത്തിൻ്റെ കൃപയ്ക്കേ വിലയുള്ളൂ. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നതിനാണ് പറയണത്. അപ്പം നമ്മുടെ ചിന്ത എന്താണ്? കർത്താവ്, ഇനി ഞാൻ ഏകനല്ല. ഇപ്പോൾ ഈശോ ഉടമ്പടി എടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ, അല്ലേ? ഒരു വാഗ്ദാനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അത് കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം കർത്താവ്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. അതായത് നമ്മൾ ആദ്യം കണ്ട ആളിൻ്റെ പേരെന്നാ? അലീന. അലീനയുടെ പ്രശ്നം എന്താ? അലീനയുടെ പ്രശ്നം കർത്താവ് കൂടെ പ്രവർത്തിച്ച പ്രശ്നമാണ്. അലീനയുടെ വിഷയം എന്താ? അലീന ജർമ്മനി പോകുന്നു, മാസ്റ്റേഴ്സ് എടുക്കുന്നു. പക്ഷേ അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിസ കാലാവധി കഴിഞ്ഞു. അവളുടെ വിസ പുതുക്കി കിട്ടണില്ല. അവളുടെ പ്രശ്നം എന്താ? അവൾ തിരിച്ച് നാട്ടിൽ വരണം. നാട്ടിൽ വന്ന അവളുടെ പ്രശ്നം എന്താ? വിദ്യാഭ്യാസത്തിൻ്റെ ലോണിൻ്റെ പലിശ കൊടുക്കണം. അത് വീട് വിറ്റാലും തീരത്തില്ല. അപ്പോൾ അവൾ വീണുപോയി. ആൾ ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ആൾ ഉടമ്പടി എടുത്തിട്ട് അവിടുന്ന് പോയത്. ആ ഉടമ്പടി തന്നെ അവിടെ ചെന്നെങ്കിലും ഇവളെ ഉടമ്പടിയിൽ നിന്ന് യാതൊരു കോംപ്രമൈസും ഇല്ല, അങ്ങ് നിൽക്കണം ഉടമ്പടി. അതാ വിഷയം. ഉടമ്പടി നിൽക്കണം ആൾ. അപ്പോൾ എന്തിനാൾ എന്താ പറയുക? അങ്ങനെ പറയാൻ കാര്യം അവിടെ സാക്ഷ്യത്തെ പറയുന്നുണ്ട്. അവൾ വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തെല്ലാം വേണം? 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? 13 ലക്ഷത്തിൻ്റെ ഫൈനാൻസ് ഡോക്യുമെൻ്റ് വേണം. 13 ലക്ഷം. ജർമ്മനി വിസ പുതുക്കി കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ 13 ലക്ഷം രൂപ വേണം. അതിൻ്റെ ഡോക്യുമെൻ്റ്, ബാങ്ക് ഡോക്യുമെൻ്റ് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ജോലിക്ക് നമ്മൾ കേപ്പബിളാണ്, കോമ്പറ്റൻ്റ് ആണെന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റ് വേണം. അങ്ങനെ 3 ഡോക്യുമെൻ്റ് ഇവർക്ക് വേണം. ഇവിടെ കയ്യിൽ 0 ഡോക്യുമെൻ്റാണ്. ഒരു ഡോക്യുമെൻറ്റും ഇല്ല. കാരണം കയ്യിലില്ല. 13,000 രൂപ പോയിട്ട് 13 ലക്ഷം രൂപ പോയിട്ട് 13,000 രൂപ ഇല്ല. ഇവിടെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കാൻ ഡോക്യുമെൻറ്റുകളൊന്നുമില്ല. പിടിക്കാൻ ഡോക്യുമെൻ്റ് ഇല്ല എന്നെങ്കിലും അപ്പോൾ അവൾ പറയണത് എനിക്ക് ഒറ്റ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ്? ഉടമ്പടി. ഈ ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കണത്. നിങ്ങൾ ലോജിക്കാണെന്ന് പറഞ്ഞ് കൃപാസത്തെ ചില ആൾക്കാരെ കുറിച്ചിക്കുമായിരുന്നല്ല. ഇന്നത്തെ ലോജിക്കില്ലെന്ന്. ഇന്നത്തെ ലോജിക്കുള്ളു. ഇതിൻ്റെ ലോജിക്ക് എന്താ? അവളുടെ ഇതിൻ്റെ ലോജിക്ക് നോക്കിയേ. അവളുടെ കയ്യിൽ 13 ലക്ഷം പോയിട്ട് 13,000 ബാങ്ക് റിസിപ്റ്റ് ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, എവിടെയാണ് ജോലി ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ ചോദിക്കണ ഒരു സാധനവും ഇവളുടെ കയ്യിലില്ല. ഇവളുടെ കയ്യിൽ ഇവിടെ പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയണത് മാതാവുമായി ചെയ്ത ഉടമ്പടിയാണ്. അപ്പം അത് ആ കാര്യത്തിൽ അവൾ സ്ട്രോങ്ങാണ്. ആ കാര്യത്തിൽ ആ ഉടമ്പടി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവളുടെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കാശൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒത്തിരി ദാനധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. കയ്യില്ല ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അതിൽ മാത്രമേ എനിക്ക് ഇത്തിരി കുറവ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കുള്ള ആസ്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഡോക്യുമെൻ്റ് മാത്രം, അമ്മയുടെ ഉടമ്പടി മാത്രമാണ്. അപ്പോഴേ ഇത് വെച്ച് വിസ പുതുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിരിക്കുകയാണ്. അവൾ പറയണേ, അവൾ മാതാവിനോട് പറയും, എനിക്കൊരു 6 മാസം കൂടി പുതുക്കി തന്നാൽ മതി, ഞാൻ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്നുള്ളതാണ്. ഇപ്പം പാത്രം കഴുകണമെങ്കിൽ എന്താ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ യൂറോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ
എല്ലാ മലയാളിയും നമ്മളെ നോക്കി ചിരിക്കും. അവരൊന്നും ചെയ്യണ ജോലി എന്നൊക്കെ പറയണത് എന്ത് ജോലിയും ചെയ്യാൻ. ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ എല്ലാ ജോലിയും ചെയ്യും. കാരണം ജോലിയെല്ലാം മഹത്വമുള്ളതാണല്ല. നമ്മൾ ഈ മലയാളത്തിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ കിടക്കുകയല്ലേ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിയെ തന്നെ ശൂദ്രന്മാരുടെ പണിയാക്കി മാറ്റിയിരിക്കുന്നത് വൃത്തികെട്ട ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബലിയാടുകളായിട്ട് തലമുറയായിട്ട് രാജ്യം ജീവിക്കുകയല്ലേ. അപ്പോൾ ഇതിന് ഒരു വിപ്ലവം ഇവിടെ ഏറ്റിട്ടില്ല. എത്ര വിപ്ലവങ്ങൾ വന്നു, അവസാനം വന്ന കമ്മ്യൂണിസം വരെ വന്നെങ്കിലും കാസ്റ്റ് സിസ്റ്റത്തിന് വല്ല കുഴപ്പമുണ്ടോ? അവരൊരു കുഴപ്പമില്ല. ആ കാസ്റ്റ് സിസ്റ്റം, ആ ജനിതകമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഇപ്പോഴും വിടുപണി ചെയ്ത് മനുഷ്യനെ ജോലിക്കൊരു മാന്യത കൊടുത്തിട്ടില്ല ഇവിടെ. പക്ഷെ മലയാളി പുറത്തു പോയി കഴിയുമ്പോൾ ജോലിക്ക് മാന്യത കൊടുത്തിരിക്കുന്ന ജനങ്ങളെ കാണും. അവൻ സംസ്കാരം എന്താണ്, മൂല്യം എന്താണ്, ഈ ഉച്ചനീചത്വം ഇല്ലാത്തൊരു സമൂഹം എങ്ങനെയാണ് ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ മലയാളി എന്ത് ജോലിയും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൾ പറഞ്ഞ അമ്മ ഞാൻ എന്ത് ജോലിയും ചെയ്തോളാം, എനിക്കൊരു 6 മാസം. പക്ഷേ 6 മാസം പറയാൻ ഇവളുടെ അടുത്തൊന്നും ഇല്ലേ, ഒരു ഡോക്യുമെൻറ്റും ഇല്ല ഇവിടെ വെക്കാൻ പറ്റിയ. കാണുമ്പോൾ തന്നെ റിജക്റ്റായി കളയും. വിസ പ്രോസസ്സിംഗ് നിങ്ങൾ നോക്കിയാൽ ഭയങ്കര പാടാണ്. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയിട്ട് പോലും റിജക്റ്റായി പോയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പൈസ മുഴുവനും കെട്ടി വെച്ചിട്ട് പോലും റിജക്റ്റാകുകയാണ് വിസ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതപ്പോൾ ഈ മറ്റുള്ളവർ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞ് ഞാൻ വിസിറ്റിങ്ങിൽ പോയിട്ടാണ് തിരിച്ചു വരുമ്പോഴാണ്, എന്നിട്ടാണ് ഇടയ്ക്ക് റിജക്റ്റാകണം ഈ വിഷയം. പിന്നെ കറക്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കറക്റ്റ് ചെയ്താണ് ഈ പോണത്. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെഫ്റ്റിൻ്റെ എയർ ആയിട്ടുള്ള പ്രതിനിധിയാണ്. അപ്പോൾ ഇവിടെ അമ്മയോട് പറയും, അമ്മയുടെ ഉടമ്പടി മാത്രമേ എനിക്ക് ആസ്തിയുള്ളൂ, ഡോക്യുമെൻ്റായിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു 6 മാസം തന്നാൽ മതി എന്ന് പറയും. അത് കിട്ടാൻ വകുപ്പില്ലാത്ത കൊണ്ട് അമ്മയടുത്ത് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. പക്ഷേ ഡേറ്റ് ആയപ്പോൾ ഇവളുടെ ഈ മോളുടെ അമ്മ, സ്വന്തം അമ്മ, അവരും കുറച്ച് പ്രെയറുള്ള ലേഡിയാണെന്ന് തോന്നുന്നു. അവർ ഇവളെ വിളിക്കും, എടി ഒന്ന് നോക്ക് കമ്പ്യൂട്ടർ, നീ പോസ്റ്റ് ബോക്സിൽ നോക്ക്, എന്തോ അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയും. അതാണ് രസം. അലീനയുടെ അമ്മ വിളിക്കും, പോസ്റ്റ് ബോക്സ് നോക്ക്. അപ്പോൾ ഇവൾക്ക് നോക്കാൻ കഴിയില്ല, കാര്യം എന്താ, അവിടെ എന്തുണ്ടാകാനാണ്, ഒന്നും ഇല്ലല്ലോ. പക്ഷെ പോസ്റ്റ് ബോക്സ് നോക്കിയപ്പോൾ ഇവർക്ക് കത്ത് കിട്ടും. കത്ത് കിട്ടി, കത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ 6 മാസമല്ല 2 കൊല്ലത്തെ വിസയാണ് ഇവൾക്ക് കൊടുത്തിരിക്കുന്നത്. ഞാനത് കണ്ടിട്ട് സത്യം ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, ശരിയല്ലേ അമ്മ, എൻ്റെ ഒരു ഡോക്യുമെൻറ്റും ഇല്ല, ഒരു 5 പൈസയും ഇല്ല, ഞാൻ ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെയാണ് വിസയ്ക്ക് പറയണത്, നീയാണ് എൻ്റെ ഡോക്യുമെൻ്റ് എന്ന്. അപ്പോൾ എത്രയാണ്? 2 കൊല്ലത്തേക്ക് അപ്പോൾ ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. ഞാൻ നോട്ട് ബൈ മെറിറ്റ് പറഞ്ഞാൽ നിങ്ങളത് ചിലർക്ക് മനസ്സിലാവത്തില്ല. കാര്യം ഇത് നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മൾ ഏതെങ്കിലും സമയത്ത് ഈ നോട്ട് ബൈ മെറിറ്റ് വരും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിന് ഒരു മാസത്ത് നമ്മൾ ഡീല് ചെയ്യുന്ന വിഷയങ്ങൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും നോട്ട് ബൈ മെറിറ്റ് വരും. എന്താണ്? നമുക്ക് കഴിവില്ല, അത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം അധിഷ്ഠാനപ്പെടുത്തുകയാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? ഈ നോട്ട് ബൈ മെറിറ്റിൻ്റെ ബൈബിൾ പ്രൊവിഷൻ എടുത്തിട്ട് മദറിനെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? ദൈവത്തിനെ നമ്മുടെ ഭാഗത്താക്കാൻ വേണ്ടി ദൈവത്തിനെ ഭാഗത്താക്കാൻ വേണ്ടി ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. അതിൽ ഏറ്റവും സ്പീഡുള്ള കാര്യം എന്താണ്? പ്രേക്ഷിത പ്രവർത്തനമാണ്. ഡാർലി മിസ് ചെയ്തിരിക്കണത് എന്താണത്? ഡാർലി മിസ്സിൻ്റെ പേഷ്യൻ്റ്, അവരുടെ കാൻഡിഡേറ്റ്, അവർ പ്രൊമോട്ട് ചെയ്ത കാൻഡിഡേറ്റ്, അവരുടെ അവസ്ഥ എത്ര ഡെഡ്ലി ആണെങ്കിലും ഡാർലി മിസ്സിനെ കൊണ്ട് നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും, കാര്യം നിന്നെ എനിക്കറിയാവുന്ന. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പുറപ്പാട് 33:17. ഇതൊന്ന് കുറിച്ച് വെക്കണേ. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം.
നീ ലോക ഉടായിപ്പാണ്. അതാണ് ഈ പ്രശ്നം. പല ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ ദൈവം പറയും, നിന്നെ എനിക്ക് നന്നായി അറിയാം, നീ ലോക ഉടായിപ്പാണെന്ന്. അത് നീ മാറ്റിയെടുക്കണം. നിങ്ങളെന്താ വിചാരിക്കണം? 90 ദിവസമല്ലേ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ കുടിക്കാൻ വരിക്കാൻ ചെയ്യാമില്ല എന്ന് പറയുമ്പോൾ അതാണ് അവിടെ വെച്ചാൽ എല്ലാം തീർന്നു പരിപാടി. 90 ദിവസമല്ലേ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ കുടിക്കാൻ വരിക്കുക എന്തെങ്കിലും ചെയ്യാമില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ, ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ദൈവത്തെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കാവുന്നതായി പറയണതേ. എന്തൊരു നോൺസെൻസാണ്. നിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം, നീ ലോക ഉടായിപ്പാണ്. അതാണ് വിഷയം. ആ ഒരു ചീത്തപ്പേര് നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അത് മോസസിനോട് പറഞ്ഞ പോലെ ദൈവം നിന്നോട് പറയണം, നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യും. കാര്യം എന്താണ്? നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് കർത്താവ് കൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രശ്നം. ഒരാളെക്കുറിച്ച് ദൈവം നന്നായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് മാറത്തില്ല. പിന്നെ നമ്മളല്ല പ്രവർത്തിക്കണത്, നമ്മളല്ല പ്രവർത്തിക്കണത്. അതെപ്പോഴും നമ്മൾ എൻ്റെ മക്കൾ വിചാരിക്കണം. ഈ 14 യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഇതാണ് ഒരു വിഷയം. ഇതാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടത്. ആ വചനം ഒന്നിട്ട് പറഞ്ഞേ. യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. മക്കളെ, ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റിൻ്റെ മെക്കാനിസം എന്ന് പറയണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നില്ല. അതിൻ്റെ മെക്കാനിസം എന്താ? യന്ത്രപരത എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. നമ്മൾ ക്രിസ്തുവുമായി ഉടമ്പടിയിലാകുമ്പോഴേ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ പ്രേക്ഷിത വേല ചെയ്യുമ്പോഴേ ആ പ്രേക്ഷിത വേലയിൽ സംപ്രീതനായി ദൈവം നമ്മളെ ഓൺ ചെയ്ത് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവമാണ് പ്രവർത്തിക്കണത്. നമുക്ക് മെറിറ്റ് വേണമെന്നില്ല. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെറിറ്റ് എന്ന് പറയുന്നത് നമ്മളാണ് പ്രവർത്തിക്കണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപയെന്ന് പറയുമ്പോൾ ആരാ പ്രവർത്തിക്കണത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യണം. അപ്പം നമ്മളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ദൈവം നമ്മളിൽ വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത വേല ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു TP ജോസഫിനെ കുറിച്ച് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു അളിയനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാർത്ഥന. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ അളിയനെ കൊണ്ടുപോയി ആശുപത്രി ഇട്ടിട്ട് ആ മനുഷ്യൻ 6 ഭാഷയുടെ പത്രം, കൃപാസനം പത്രം, 6 ഭാഷയുടെ പത്രം എടുത്തിട്ട് ആ ബാംഗ്ലൂർ സ്ട്രീറ്റിലൂടെ വെയിലും കൊണ്ട് നടക്കുകയാണ്. ആ വെയിലും കൊണ്ട് നടന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ച് നല്ല ആസ്തിയായി, നല്ല തീഷ്ണതയായി. അവർക്കത് ഓരോ പ്രവർത്തനം കഴിയുമ്പോൾ അവരുടെ അഭിഷേകം കൂടും. അപ്പം നിങ്ങളുടേത് വയ്യോ വല്ലവരും കാണുമോ? അവരെന്ത് വിചാരിക്കും? നമുക്ക് വട്ടാണെന്ന് കരുതുമോ? ഈ കാലത്ത് ഇങ്ങനെയൊക്കെ ലോജിക്കില്ലാത്ത കാര്യം വല്ലതും ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ. എന്നാ ലോജിക്ക് മക്കളെ? ദൈവം നമ്മുടെ പക്ഷത്താക്കാനുള്ള ലോജിക്കാണ് എല്ലാത്തിൻ്റെയും ലോജിക്ക് എന്താ? മനുഷ്യനെ പക്ഷത്താക്കാനാണ് നിങ്ങൾ നോക്കണത്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജോലികളും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വേഷം കെട്ടുകയാണ്. നമ്മുടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട രീതി. ഇപ്പം നിങ്ങൾ നമ്മുടെ 5 മണിക്കുള്ള നമ്മുടെ ഡെയിലി ബ്രെഡ് ചിലർ ഷെയർ ചെയ്യുമ്പോൾ ചില ഗ്രൂപ്പ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ ഇൻറ്റിമേഷൻ വരും, ഈ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ആൾക്കാരുടേതാണ്, നിങ്ങളുടെ ഇതുപോലുള്ള ആത്മീയ കണ്ടൻറ്റുകളൊന്നും ഞങ്ങൾക്ക് അയച്ചു തരരുത്. അപ്പോൾ നമ്മൾ പിന്നെ അയക്കത്തില്ല.
അതാ വിഷയം എന്ന് പറഞ്ഞത്, ഓരോ നിങ്ങൾ കെട്ടുന്ന വേഷം ആരുടെ വേഷമാണ്? നിങ്ങളുടെ ആരോ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പിശാചിൻ്റെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന അരാജകവാദികളുമായിട്ട് അവർ പറയുന്ന അവരുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ വേഷം കെട്ടുകയാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി വേഷം കെട്ടുന്ന ആൾക്കാരെ, വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് യു? അതിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ പക്ഷത്താക്കാൻ നോക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കണം. മറ്റുള്ളവർ എന്ത് പറയുമെന്നല്ല, ദൈവം എന്ത് പറയുമെന്നാണ്. അതുകൊണ്ടാണ് മോസസിനോട് പറയണത്. മോസസ് ജനങ്ങളെ ഒരിക്കലും നോക്കിയിട്ടില്ല. ജനങ്ങൾ എന്ത് പറയുമെന്ന് മോസസ് നോക്കിയിട്ടില്ല. മോസസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് പറയുന്നു അതാണ് മോസസിനോട് പറയണത്. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് നീ പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യവും നിനക്ക് ചെയ്തു തരും. അപ്പം നീ നാട്ടുകാരൻ മുഴുവൻ പറഞ്ഞ കേട്ടിട്ട് അതുപോലെ ദൈവം പറഞ്ഞ കേൾക്കണമല്ല. അതായത് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ഒറ്റപ്പെടും, ചില സമയത്ത് മറ്റേ ആക്ഷേപം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ആദ്യം ഉടുപ്പ്, ഞാനൊരു ഇടവക വൈദികനാണ്, ഉടുപ്പ് മാറിയപ്പോൾ തന്നെ കുറേ കൂടെ ഉള്ളവർ തന്നെ നമ്മളെ ഇങ്ങനെ സെക്റ്റല്യൂഡ് ചെയ്ത്, അതെനിക്കറിയാമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഏതെങ്കിലും സമയത്ത് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മൾ ഒറ്റപ്പെടുത്തുമെന്ന് അറിയാമായിരുന്നു. ഇത് ഞാൻ പതറിയില്ലല്ലോ. എനിക്ക് കർത്താവ് തന്നെ വെളിച്ചം, പ്രേക്ഷിത വെളിച്ചമാണ്. അത് കർത്താവിനെ അറിയിക്കാനുള്ള വെളിച്ചമാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ള വെളിച്ചമാണ്. അത് ഞാൻ കടലിൽ വരെ പോയി ഒരു വള്ളത്തിൽ നിന്ന് വേറെ വള്ളത്തിൽ ഏണിയിട്ട് കയറിയിട്ട് ആ വള്ളത്തിൽ കയറി കുമ്പസാരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇവർ പള്ളി വരത്തില്ലേ? കൊള്ളാം. ചില മനുഷ്യർ നമ്മൾ അവിടെ ഇട്ട് പിടിച്ചാൽ കിട്ടി, അല്ലെങ്കിൽ പിന്നെ വരത്തില്ല. നമുക്ക് അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ദൈവത്തോടെ കമ്മിറ്റ്മെൻറ്റ്. ഇങ്ങനെ കുറേ നാൾ ജീവിച്ച് കഴിയുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അതാണ്. ഏറ്റവും വലിയ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണത്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് നീ പറഞ്ഞ ഈ കാര്യം, അത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമായാലും ശരി, നിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നുമില്ലെങ്കിലും ഞാൻ വിചാരിച്ച നീ ജർമ്മനിയിൽ ജോലി ചെയ്യും. എൻ്റെ മക്കളെ, ദൈവം നിന്നെ വിചാരിക്കണം. ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കാൻ വേണ്ടി സത്യസന്ധമായ ഉടമ്പടിയോട് പ്രതിബദ്ധതരായ മാതാവിൻ്റെ മധ്യസ്ഥതയെ ഞാൻ നിങ്ങളെ സമർപ്പിക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ഇവരുടെ പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി. കൈകൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക
സാംസ്കാരിക ആത്മീയ ഈശോയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാ മേഖലകളിലും ഈശോയെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ വചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയുടെ നിമിഷങ്ങളാണ്. അച്ഛൻ കൈയെടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ മഹതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെ കൈകളെ രോഗമുള്ളിടത്തേക്ക് കൈകളെ മാറ്റി മാറ്റി വെക്കേണ്ടതാണ്. ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഉടമ്പടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അച്ഛൻ്റെ ഈ അഭിഷേക പ്രാർത്ഥനയുടെ സമയം, വിടുതലിൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയം നിങ്ങളുടെ ഓരോ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആർക്കെങ്കിലും സ്തുതിപ്പറിയാതെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്ത സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ മക്കളെ രോഗമുള്ളിടത്തേക്ക് കൈകളിനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആദ്യം നിങ്ങളുടെ കൈകൾ കർത്താവിൻ്റെ ദിവസത്തിലേക്ക് ഉയർത്തുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ശരീരത്തിൻ്റെ രോഗം ഉള്ളിടത്തേക്ക് എൻ്റെ കൈകള് ഞാൻ മാറ്റി മാറ്റി വെക്കുമ്പോൾ നിന്റെ വലതുകരം ആണിപ്പെടുതാർന്ന അത്ഭുതകരം അടിപ്പിണർ പോലെ അക്കാലം പോലെ ദൈവത്തിന്റെ സൗഖ്യശക്തി എന്നിലേക്ക് ആവശ്യിക്കട്ടെ. എന്റെ ആന്തരിക രോഗങ്ങള്, മൂത്രത്തിൽ കല്ലുകള്, പാൻക്രിയാസ് രോഗങ്ങള്, തലവേദനകള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിൽ രോഗങ്ങള്, ആന്തരിക അവയവങ്ങളിലെ ക്യാൻസർ രോഗങ്ങള്, കണ്ണിന്റെ കാഴ്ചക്കുറവ്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, നടുവലിന്റെ രോഗങ്ങള്, ഇടുപ്പലിന്റെ രോഗങ്ങള്, വാതരോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ യേശു നാമത്തിലെ മാർഗരോഗങ്ങള് മാർഗരോഗങ്ങളെ വ്യക്തികളെ ഇപ്പോഴേ യേശു നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ അച്ഛനോട് ചേർന്ന് അതിശക്തമായി ശ്രദ്ധിക്കുമ്പോൾ രോഗികൾ അവരവരുടെ രോഗാവസ്ഥകളിലുള്ള സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഉടമ്പടിയുടെ അധികാരത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൈകളെ മാറ്റിക്കൊണ്ടേ ഇരിക്കട്ടെ, ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുന്ന സമയമാണ്. രോഗങ്ങൾ മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവരെ, എൻ്റെ മക്കളെ, കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ, വിഷയങ്ങൾ,
നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഈ അൾത്താരയിൽ വെച്ച് മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്ന വലിയ ദൈവിക നിമിഷമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട് പൊളിച്ചു മാറ്റപ്പെട്ടിട്ട് വർഷത്തിനു മുമ്പ് ചെയ്യാൻ പറ്റാതെ കുടുങ്ങിക്കിടക്കണവരെ, ജപ്തി നടപടിയെ നേരിടുന്നവരെ, കിട്ടാനുള്ള പൈസ കിട്ടാത്ത രീതിയിൽ തടസ്സം വന്നിട്ടുള്ളത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിതമാർഗം മുട്ടിയവരെ, ഒരു ജീവിതമാർഗം ചെയ്യാൻ വേണ്ടി ഉദ്യമിക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതമാർഗത്തിൽ വരുമാനമില്ലാതെ വിഷമിക്കുന്നവരെ, വിവാഹം താമസിക്കുന്നവരെ, മക്കളെ ഇല്ലാത്തവര്, പല മക്കളും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരെ, ജയിലിലായിരിക്കുന്നവരെ, പലതരത്തിലുള്ള വേദനകളിലും ഭാരങ്ങളിലും പെട്ട് കേസിലായിരിക്കുന്നവരെ, ജീവിത പങ്കാളിയുമായിട്ട് അകന്ന് താമസിക്കുന്നവരെ, കോടതി കേസ് കിടക്കുന്നവരെ, അവരെല്ലാവരും പരിശുദ്ധ ദേവമാതാവിനെ മധ്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജീവിക്കാനുള്ള മാർഗം തടഞ്ഞു പോയവര്, പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, സംഭ്രമങ്ങൾ, സംഘർഷങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സമാധാനം ഇല്ലാത്തവ, പലതരത്തിൽ ഒരു തടസ്സങ്ങൾ വന്നിട്ട് എന്തുകൊണ്ട് എങ്ങനെ നീക്കാൻ കഴിയുമെന്ന് അറിയാൻ പറ്റാതെ വേദനിക്കുന്ന ഈശോ, അവർ ഈ നിമിഷം എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കർത്താവിൻ്റെ തിരുസന്നിധിയും മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കേണ്ട സമയമാണ്. അതിന് തീരുമാനം ഉണ്ടായി സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് കഴിയാം. അച്ഛൻ അതിനുവേണ്ടി 41 ദിവസം ഈശോയുടെ മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നിയോഗം വെച്ചാൽ മതി. അറിയിപ്പുകൾ. മാതാവിൻ്റെ വണക്കമാസം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നിയോഗങ്ങൾ വെച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും നിയോഗങ്ങൾക്ക് വെച്ച് ജപമാല പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് വണക്കവും വണക്കത്തിൻ്റെ സന്ദേശവും ഉള്ളത്. മാതാവിൻ്റെ കൂടെ നമ്മൾ മെയ് മാസം മുഴുവനും കുടുംബത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് ഇത്. ഓൺലൈനിൽ നിങ്ങളെല്ലാവരും കൂടാൻ പറ്റുന്നവരെല്ലാവരും കൂടണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 5:30 മണിക്കാണ് വണക്ക ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും അച്ഛൻ വേഴവും ഞായറും ഒഴിച്ചുവാക്കി എല്ലാ ദിവസവും അച്ഛൻ ആൾക്കാരെ കാണുന്നുണ്ട്. നിങ്ങളുടെ വിഷയം എമർജൻസി ആകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാകണം. എമർജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങളായിരിക്കണം. മുമ്പിൽ സമയം ഉണ്ടാകരുത്. അത്രയും അടുത്ത് നടക്കേണ്ട കാര്യമായിരിക്കണം. ഇന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് തന്നെ അച്ഛനെ കാണേണ്ട അടിയന്തര രോഗമുള്ളവർ ചെയ്യേണ്ടത്, അവർ ഉച്ചകഴിഞ്ഞ് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഉച്ചകഴിഞ്ഞ് ഞാൻ 4 മണിയാകുമ്പോൾ തന്നെ ശുശ്രൂഷ തീരും. കാര്യം നേരത്തെ ഈ ധൃതിക്ക് ഓടി വന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് തന്നെ അച്ഛനെ കാണണമെന്നുള്ളവരുണ്ടാകും. അത് ക്യാൻസർ രോഗികളെ പോലുള്ള രോഗികളെ എടുക്കത്തുള്ളൂ ആ വിഷയത്തിന്. അല്ലെങ്കിൽ ജപ്തി നടപടി. അപ്പം നാളെ മറ്റന്നാളെ ജപ്തി നടപടിയാണെങ്കിൽ അതെടുക്കും. അങ്ങനെ മുന്നിൽ സമയമില്ലാത്തൊക്കെ എടുക്കും. പക്ഷെ അവർ രാവിലത്തെ ഉടമ്പടിക്കാണ് വരേണ്ടത്. രാവിലെ തന്നെ വന്ന് ക്ലാസ്സിൽ കയറി സമാധാനമായിട്ട് ഉടമ്പടി എടുത്ത് നിന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണാൻ പറ്റും. ഉച്ച വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മതി.
പ്രിയമുള്ള രണ്ടറിയിപ്പുകൾ കൂടിയുണ്ട്. എഡിറ്ററിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. ജോൾമോ സിസ്റ്ററും സന്നി ബ്രദറും മാനേജറും നിങ്ങൾക്ക് എഡിറ്റർമാർ ആയിട്ടിവിടെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കണ്ടാൽ മതി. കൃപാസനത്തിൻ്റെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നമ്പറുകൾ ഉപയോഗിച്ചാൽ മതി അവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. സിസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. കൃപാസനത്തിലെ 2 സിസ്റ്റർമാരെ ആവശ്യമുണ്ട്. പ്രേക്ഷിത ജോലി ഇവിടെ നിന്ന് താമസിച്ച് ജോലി ചെയ്യാൻ വേണ്ടി. സിസ്റ്റർമാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 1 കൊല്ലം മാറ്റി വച്ചിരിക്കുന്നവർക്ക് കൃപാസനത്തിൽ താമസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതേസമയം തന്നെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാം. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും 2-ാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.